ഹലോ 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 ഹലോ. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ്, നേപ്പാളിലെ കാഠ്മണ്ഡുവിലാണ്. കഴിഞ്ഞ വ്ളോഗ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത് ഇതിവിടെയാണ്. ഞങ്ങൾ ഇവിടെയാണ് കഴിഞ്ഞ സ്റ്റേ ചെയ്തത്. ദി എവറസ്റ്റ് ഹോട്ടലുണ്ട്, കുഴപ്പമില്ലാത്ത നല്ല ഹോട്ടലാണ്. നേപ്പാളിൽ കമ്പാരിറ്റീവ്ലി പ്രൈസ് വളരെ കുറവാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് 4000 സംതിങ് രൂപയാണ് ഒരു ദിവസം വരുന്നത്. വൺ ഓഫ് ദ ടോപ്പ് ഹോട്ടലിട്ട് ഇവിടെ. പിന്നെ ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ ലെവലിലെ ഹോട്ടലാണ്. ആ ഒരു ഫീല് നമുക്കുണ്ട്. അപ്പം വണ്ടി ഇന്നലെ രാത്രി ഞാൻ ഇരുട്ടത്തായിരുന്നു കാണിച്ചത്. ഇതാണ് അവസ്ഥ വണ്ടിയുടെ. വണ്ടി നമ്മൾ വരുന്ന വഴിക്ക് 3 തവണ വാഷ് ചെയ്തു. എജുമല വാഷ് ചെയ്യണ്ടേ? എൻ്റെ പിള്ളേരെ മിക്കവാറും നിൻ്റെ മിസ്റ്റർ ക്ലീൻ വിളിക്കട്ടെ ഇങ്ങനെയെങ്കിൽ നിൻ്റെ വൃത്തി കണ്ടിട്ട്. അപ്പം വണ്ടി വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് നമുക്കൊന്ന് എടുത്തിട്ട് ഒന്ന് നേപ്പാളിലേക്ക് കറക്കണം. നേപ്പാളികളൊക്കെ കാണട്ടെ, ഗോൾഡ് വിങ് അല്ലേ, അതും ഫ്രം കേരള കാണട്ടെ. നമുക്ക് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. താങ്ക് യു ഭയ്യ. ഫസ്റ്റ് നമ്മളിവിടെ ദർബാർ സ്ക്വയർ. ഞാൻ നേപ്പാളിൽ വന്നിട്ട് ആകെ കണ്ട സ്ഥലമാണ് ദർബാർ സ്ക്വയർ. നമ്മുടെ സിറാജ്പുർ അറിയാലോ. ഞാൻ ഫസ്റ്റ് നേപ്പാളിന് സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് റൂമും കാര്യങ്ങളൊക്കെ എടുത്തുന്ന വ്യക്തിയാണ്. ഈ റൂമും പുള്ളി ബുക്ക് ചെയ്തോ. ഞാൻ ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ബുക്ക് ചെയ്തല്ല. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്തപ്പോഴും പുള്ളിയാണ് അറേഞ്ച് ചെയ്ത കാര്യങ്ങൾ. പക്ഷേ പുള്ളി ഇവിടെ ഇല്ല, സൗദിയിൽ ഉംറയ്ക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് പുള്ളി മിസ്സായത്. അപ്പോൾ ഇവിടെ നമുക്ക് റൈറ്റാണ് പോകേണ്ടത്. ഇവിടെ ലൈൻ സിസ്റ്റം ഭയങ്കര സെറ്റാണ്. ലൈന് മാറിക്കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് ഫൈൻ ഇടും. ലൈനിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ റൈറ്റ് പോകേണ്ട വണ്ടി ലൈനായത്. ഇതിലിപ്പം നിന്ന് കഴിഞ്ഞാൽ ഇവിടെ വണ്ടിയൊക്കെ ഭയങ്കര പൈസയാണ്. ഇവിടെ ഇപ്പോൾ ഈ ഇത് ഇവിടുത്തെ 3.5 ലക്ഷം രൂപയല്ല. ഈ വണ്ടി ഇവിടെ എടുക്കണമെങ്കിൽ മിനിമം നാട്ടിലത്തെ ഒരു 80 ലക്ഷം കൊടുക്കണം കേട്ടോ. 80 ലക്ഷം. നേപ്പാളിലെ ട്രാഫിക് ബ്ലോക്കിലേക്ക് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കളർഫുൾ കാഴ്ചകളൊക്കെ വരാൻ തുടങ്ങിയ അജ്മലെ കളർഫുൾ കാഴ്ചകളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഇത്ര ദൂരം വന്നിട്ട് നമുക്ക് ഇപ്പോഴാണ് ശരിക്കും 1800 ഭയ്യ. 800 യാ. ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ക്യൂട്ടാട്ടോ. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും അതൊരു ഒരു പ്രത്യേക തരം ക്യൂട്ട്നെസ് ഉണ്ട് അവർക്ക്, ടു ബി ഓണസ്റ്റ്. ഒരു കച്ചറിയോ പ്ലാസ്റ്റിക്കോ. അതെ. എങ്ങനെ കോപ്പറേറ്റ് അടിക്കാണോ പാട്ട് വെച്ചിട്ട്? വണ്ടി ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് സ്പ്രെഡർ കേട്ടോ. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ ചിരി പടർത്താൻ ഈ വണ്ടിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പോയി കഴിഞ്ഞാൽ വണ്ടി കാണുമ്പില്ല. അയ്യോ എന്താ അടിച്ചടാ? ടൈലടിച്ചാ? നേപ്പാളിൽ നമുക്ക് എല്ലാ ഇറച്ചിയും കിട്ടും കേട്ടോ. പോത്തിറച്ചിയെല്ലാം കിട്ടും. നല്ല വണ്ടിയിലൊക്കെ നല്ല അടിപൊളി മൂരിക്കുട്ടന്മാരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ വേറെ കാര്യം, നേപ്പാളിൽ വന്നിട്ട് നിങ്ങൾ ബീഫ് എന്ന് പറയാൻ പാടില്ല. കാരണം ബീഫ് എന്ന് വെച്ചാൽ പശുവിൻ്റെ ഇറച്ചി എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പശുവിൻ്റെ ഇറച്ചി നിരോധിച്ചിട്ടുണ്ട്. അത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന ബഫലോ എന്ന് പറഞ്ഞു കേട്ടോ. ബഫലോ എന്ന് പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക. ബഫലോ ആണ് പോത്ത്. നമ്മൾ ബഫലോ എന്ന് പറയും, ബീഫ് എന്ന് പറയും. പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് നേപ്പാളിലെ പുരാതനമായ കാഴ്ചകൾ. റോഡുണ്ടോടാ? ഉണ്ടല്ലേ? ഹലോ. ആ മോളെ ചിരിയൊക്കെ നോക്കിയേ കുട്ടീനെ. വണ്ടിയുടെ ഇഷ്ടം കൊണ്ട് കേട്ടോ. മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. അതാണ് മക്കൾക്ക് ഇത് കാണുമ്പോൾ ഒരു കൗതുകമാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേപ്പാളിലെ ഇടുങ്ങിയ തെരുവുകളിലൂടെയാണ്. ഇവിടെ മണിയൊക്കെ ഉണ്ട്. ഇവിടെ നേപ്പാൾ അപ്പൂപ്പനുണ്ട്. അപ്പൂപ്പാ
അതുപോലെ നല്ല അടിപൊളിയായതും അടിപൊളി അല്ലാത്തതുമായ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഹലോ, ഞാൻ ചിരിച്ചപ്പോൾ ആ കുട്ടി ചിരിച്ചേട്ടോ എന്നോട്, കുഞ്ഞുമോള് ശരിയൊക്കെ. ആ മോള് വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ വരുന്നത്. നിങ്ങളൊരു കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടോ. ഇവിടെ ഇത് വിൽക്കുന്നത് കോണാണ്, കോൺ പ്ലസ് കോളിഫ്ലവർ, കോക്കോ അതാണ് വിൽക്കുന്നത്. ഇതാരോടാ ഇങ്ങനെ കയ്യും വീശി വരുന്നേ? അല്ല അവനെന്തോ പ്രശ്നമുണ്ടോ പാവം, അസുഖം. സോ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ദർബാർ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ഞാനിവിടെ വന്നിരുന്നു കുറേ കാലം മുന്നേ. ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സിറാജിൻ്റെ കൂടെ ഇവിടെ വന്നിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ. കുറേ കാലത്തിന് ശേഷമാണ് പിന്നെയും വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പേസ് ഉണ്ട് നിങ്ങൾ ഇവിടെ നമ്മുടെ വണ്ടി ആ ഫ്രെയിമൊക്കെ എങ്ങനെയുണ്ട്? വാ നജുമൽ വാ, പിന്നെ ഉള്ളിൽ കാഴ്ചകൾ കാണിച്ചിടാം. ആൾക്കാർ വണ്ടി എൻജോയ് ചെയ്യട്ടെ. നിങ്ങൾ കുറേ വണ്ടി കണ്ടതല്ലേ, നമുക്കൊരു നേപ്പാളിലെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. യാ ലെറ്റ്സ് ഗോ. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നു പോകുന്ന ഏരിയയാണ്. ഇവിടെ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാട്ടോ, അറക്കുന്ന വിലയൊന്നുമില്ല. ഞാൻ ചെക്ക് ചെയ്തിരുന്നു. സാധാരണ സ്ഥലങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ അറക്കും, പക്ഷെ ഇവിടെ അങ്ങനെ അറക്കണമെന്നില്ല. എന്ത് വലിപ്പാടാ പട്ടി! ആ പട്ടി എന്ത് വലിപ്പം നോക്കി ഇരിക്കുന്നുണ്ടോ? ഈ ഇരിക്കുന്ന ചങ്ങായിനെയും ആ പട്ടീൻ്റെ വലിപ്പം നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയേ എന്ത് വലിപ്പം അറിയത്. ഒരു മാറ്റലോട്ട്. ഒരു കാലത്ത് ഇത് ഭൂകമ്പത്തിൽ ഫുള്ള് തകർന്നിരുന്നേ. ഇതൊക്കെ ഇവർ റീബിൽഡ് ചെയ്തെടുത്താണ്. നേപ്പാളിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ നടക്കുന്നൊരു സ്ഥലം കേട്ടോ. എർത്ത് ഒരുപാട്, കാരണം അറിയാമല്ലോ വലിയൊരു കുന്നിൻ്റെ മണ്ടയിലാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂകമ്പങ്ങൾ നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതാണ് ദർബാർ സ്ക്വയർ. വാവ്, അടിപൊളിയല്ലേ? ഓക്കെ, നേപ്പാൾ ഇതാണ് മെയിനായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. അതാണ് അതിൻ്റെ സത്യം. ട്രാൻസിഷൻസ് ഇൻ ട്രഡീഷൻ എന്ന പച്ചോത്തുന്ന മാർട്ടിൻ ട്രേവ്സ്. ഓക്കെ, 4 കിട്ടും. ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ, ഒരുപാട്. ശരിക്കും നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന ആൾക്കാരാണ് അവരൊക്കെ വരുന്ന ഇങ്ങോട്ടേക്ക്. അവിടെ ഏതൊരു ദൈവത്തിൻ്റെ ചെറിയൊരു പ്രതിഷ്ഠയുണ്ട്. ഒരു കോവിൽ എന്ന് പറഞ്ഞില്ലേ, അതെ കോവിലുണ്ട്. നടയടക്കാൻ പോകുന്ന പോലെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ. നജ്മൽ ആക്ച്വലി മിസ്സിംഗ് ആണ്. നജ്മൽ എവിടെയോ പോയിട്ടുണ്ട്. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്ത് അസുഖമാണോ എന്ത് തേങ്ങയാണെന്ന് അറിയില്ല. എനിക്ക് ടൂറിസ്റ്റ് സ്പോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഒന്നാമത് കണ്ട് ആ ലെവലായി. നമ്മൾ ഒരുപാട് രാജ്യങ്ങളിൽ പോയി ഒരുപാട് കാഴ്ചകൾ കണ്ടില്ല. അപ്പോൾ ഇവരൊക്കെ എൻജോയ് ചെയ്യുന്നതിൻ്റെ 10-1 എൻജോയ് എനിക്ക് പറ്റത്തില്ല കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് കിട്ടുന്നത് ജനങ്ങളോട് സംസാരിക്കുമ്പോഴും അതുപോലെ ലോക്കൽ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ വീടുകൾ കൾച്ചർ എക്സ്പ്ലോർ അങ്ങനെ പറയാം. അതല്ലാതെ ഒരു പെർട്ടിക്കുലർ ടൂറിസ്റ്റ് ലൊക്കേഷനിൽ ഇപ്പോൾ എനിക്ക് പറ്റുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയ കാരണം എന്ന് വെച്ചാൽ അവിടെ നോ പാർക്കിങ്ങിനാണ് നമ്മൾ വണ്ടി വെച്ചത്. നോ പാർക്കിങ്ങിൽ വണ്ടി വെച്ചുകൊണ്ട് പോലീസുകാർ വണ്ടി എടുക്കാൻ വന്ന് ഇവരെല്ലാം വണ്ടി പൊക്കി ട്രക്ക് ഇട്ട് നമ്മളെ വണ്ടി പൊങ്ങുന്നില്ല. ഇവരിങ്ങനെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയിട്ട് തല പിണ്ണാക്കാക്കി നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ പോയി സോറി എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് വന്നു. അവർ വണ്ടി എങ്ങനെ പൊക്കി വെക്കാണ് ഇവർ. അപ്പോൾ വീണ്ടും നേപ്പാളിലെ തിരക്കുകളിലൂടെ ഊളി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഊളിയുടെ എന്ന് വെച്ചാൽ ഇങ്ങനെ നൂണ്ട് പോകുന്നു കേട്ടോ. കണ്ണൂർ ഭാഷയിൽ വേറെ ഏതെങ്കിലും ഭാഷയിൽ തെറിയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ ട്രാഫിക് ഉണ്ടോ? അവിടെ നീല യൂണിഫോമിട്ട് പോലീസുകാരുണ്ട്. ഈ ലൈൻ ഉണ്ടോ? ഈ ലൈൻ അപ്പുറം ടയർ പോലെ ഉടനെ വന്ന് ഫൈൻ അടിക്കും.
ഈ ലൈന് ക്രോസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയാണ്. ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വണ്ടിക്ക് ഫ്രീ ആയിട്ട് ചെയ്യാണ് ഈ ലൈന്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്ത് ചെയ്യുക, കുത്തി കയറി ചെയ്യാം. പക്ഷെ ഇവിടെ ഇതേപോലെ എല്ലാ സ്ട്രീറ്റിലും ഒരു പോലീസുകാരുണ്ടാവും. ഇപ്പം ഞാൻ പോകണത് ഇവിടെ കസ്റ്റംസിലേക്ക് കേട്ടോ, എയർപോർട്ടിൽ. അവിടെ പോയിട്ട് എനിക്ക് കുറച്ച് കലാപരിപാടികളുണ്ട്. കാരണം ഈ വണ്ടി ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറക്കണല്ലോ, അതിനെന്തോ സെക്കൻഡ് ഓപ്ഷൻ ഇല്ലെന്നാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പോയിക്കോളൂ. ഇവിടെ നല്ല രസമാണ്. ഇവിടെ തിരക്കാണ്, നല്ല തിരക്കാണ്. ഇപ്പോൾ സ്കൂൾ വിട്ട ടൈമാണ്, ഫുള്ള് പിള്ളേരാണ്. പിള്ളേരൊക്കെ നോട്ടെന്ന് വെച്ചാൽ അവർ വണ്ടി കാണുമ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ കാണാൻ ഒരു കാട ലുക്കാണ്. ഫുള്ളും മണ്ണും ചാടിയും ഇറങ്ങി കാർത്ത് താടിയും മീശയും ഒന്നും പഠിക്കാറുണ്ട്. കാരണം ട്രിപ്പിലാകുമ്പം എനിക്ക് സൽമാൻ ഖാൻ ആകണ്ട, എനിക്ക് മൃഗയായാലും മമ്മൂട്ടി ആയാൽ മതി. കാരണം എൻ്റെ കാര്യം നടന്നാൽ മതി, അത്ര തന്നെ. പിന്നെ അതുകൊണ്ട് തന്നെ എന്നെ ആരും നോക്കുന്നില്ല. സോ എനിക്കതിലൊരു വിഷമമില്ല. ഈ മക്കളെ നോക്കോ, വണ്ടി നോക്കിയിട്ട് എൻ്റെ ഉമ്മോ വണ്ടി നോക്കുമ്പോളേ എന്ത് അടിപൊളി വണ്ടിയാന്ന്, എന്ത് സൂപ്പർ വണ്ടിയാ, ഒരു ഫോട്ടോ എടുക്ക്, മൊബൈൽ എടുക്ക്, മൊബൈൽ എടുക്കുന്നേ നോക്കുന്നു. പോയിക്കോ അമ്മച്ചി, നേപ്പാളി അമ്മച്ചി, എന്നെ ആശീർവദിക്കൂ. ഞാനൊന്ന് ലോകയാത്ര പോയി വരട്ടെ അമ്മച്ചി. ഇവിടെ ആൾക്കാരൊന്നും ഓവർ സ്പീഡിൽ പോകണല്ലോ കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് BMW, ബെൻസ് പോലത്തെ ഒരു വണ്ടി പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേങ്കിൽ ഇവിടെ ഒരുപാട് ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. ടെസ്ല വരെ ഉണ്ട്, ഇന്ത്യയിൽ വരെ ടെസ്ല ഇറങ്ങിയിട്ടില്ല. ഇവിടെ ടെസ്ല ഉണ്ട്. പ്യൂഷോട്ടിൻ്റെ ഒക്കെ സാധനങ്ങൾ കാണണം. ഇത് പഴയ വിൻറ്റേജ് കുറവാണ്. ഇന്ത്യയിലൊക്കെ കൊണ്ടുവന്ന് നമുക്ക് നല്ലൊരു ഇതിന് വിൽക്കരുത് അല്ലേ. ഇവിടെ ആരും ഹോൺ അടിക്കുന്നില്ല, ഞാൻ മാത്രം അടിക്കുന്നുള്ളൂ. ഗതികാട് കൊണ്ട് അടിച്ചു പോകുന്നതാണ്. കാരണം ഇതിങ്ങനെ ചങ്ങായി ഉണ്ടോ, അങ്ങ് നമുക്ക് സൈഡ് ചെയ്യുന്നില്ല, വേറെ ഓപ്ഷൻ ഇല്ലാത്ത അടിച്ചു പോകുന്നതാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ ഗ്യാരണ്ടി തരാം, നിങ്ങൾ നേപ്പാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മടുക്കൂല കേട്ടോ. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു സൗന്ദര്യം ഒന്നാമത്തെ കാരണമാണ്, ടു ബി ഓണസ്റ്റ്. പിന്നെ വളരെ പൊളൈറ്റാണ്. പ്രത്യേകിച്ച് ഈ കച്ചറയില്ല, ഈ മുറുക്കി തൂക്കുന്ന സ്വഭാവം അല്ലെങ്കിൽ വൃത്തിയിട്ട പരിപാടിയൊന്നും ഇവർക്കില്ല. ഇവരൊക്കെ ഒരു സ്റ്റാൻഡേർഡാണ്. ഇതെന്താ ഇത്? നേപ്പാളിലെ ഏതോ ഒരു കുന്നിൻ്റെ മണ്ടയിലേക്കാണ് ഇറങ്ങി പോകണത്. പഠിച്ചോനെ, പടച്ചോനെ, ഈ ചങ്ങായിൻ്റെ ഏതാ റൂട്ടിത്? ഇതേടി എത്തിയാന്? അതാ എൻ്റെ മോനെ, അവൻ്റെ വീട്ടിലേക്കുള്ള വഴിയൊന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മളൊരു ഫ്രണ്ടിനാണ്, നമ്മളൊരു സുഹൃത്താണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ബിസിനസ് റിലേറ്റഡ് ഫ്രണ്ടാണ്. അല്ലാണ്ട് അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല, ഒരു ബിസിനസ് റിലേറ്റഡ് ഫ്രണ്ടിനെയാണ്. പുള്ളിയുടെ വീടാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ. ഇത് പക്ക റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ. പട്ടിയുടെ നോക്ക്, കുറയ്ക്കില്ല മോനെ. ഇന്ത്യയിലെ എല്ലാ പട്ടികളും ഈ വണ്ടി കാണാൻ ബേക്കിലോടും. നേപ്പാളി പട്ടികൾ ഭയങ്കര സൈലൻ്റ് ഉണ്ട്, അക്കാര്യത്തിൽ ബേക്കിലോടില്ല. Nepali kids. Okay.
മക്കൾ രസമാണ്, മക്കൾ സെക്യൂരിറ്റി ഓടിക്കുന്നുണ്ട്. സ്കൂളാണത്, വണ്ടി കണ്ട ആവശ്യത്തിന് മക്കളെല്ലാവരും ഉണ്ട് അവിടെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഓഫീസായിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇതാണ് നേരത്തെ കണ്ട സ്കൂൾ കേട്ടോ. അവിടുത്തെ മക്കളാണ്, അവരൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു, സെക്യൂരിറ്റി താങ്ങാൻ പറ്റുന്നത്. സേ ഹായ്. Hi, how are you, brother? We are enjoying with this expensive bike with my brother. ഇവരൊക്കെ വണ്ടി കണ്ട് ബ്ലണ്ടർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് കസ്റ്റംസിൻ്റെ ഓഫീസിലേക്കാണ്. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട്. അപ്പം പുള്ളി ഇവിടുത്തെ ലോക്കലാണ്, വൺ ഓഫ് ദി മെയിൻ കൈയാണ്. അപ്പോൾ പുള്ളി നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, ലെറ്റ്സ് ഗോ. നേപ്പാളിലെ ട്രാഫിക് പോലീസിൻ്റെ ഒക്കെ ഉണ്ടോ, ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഇവിടെ ഹോൺ അടിക്കാൻ പാടില്ല കേട്ടോ. ഐ ആം ജസ്റ്റ് വ്ളോഗിങ്. ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് ഇവർക്ക് എന്ത് പ്രാന്താണ്, ഇവർക്ക് സാധനം പരിചയമില്ലാത്തല്ലേ. അവിടെയൊക്കെ നോ ഹോൺ പ്ലീസ് എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു വണ്ടി ഹോൺ അടിക്കാൻ പാടില്ല. ഈ സ്ഥാനം മെയിനായിട്ട് കൊടുക്കേണ്ടത് എവിടെയാണെന്ന് അറിയോ? മുംബൈയിൽ. എന്ത് വൃത്തിയായിട്ട് ഹോൺ അടിക്കാൻ അറിയോ മാറി. എൻ്റെ ഉമ്മോ, നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ട്രെയിൻ പോകുന്നില്ലേ പോകുന്നത്, ബ്ലഡി ഫൂൾസ്. പക്ഷെ ഇവിടെ ആൾക്കാർ ഭയങ്കര ക്ലീനാണ്. നേപ്പാൾ ഈസ് ഗുഡ്. ഈ പോകുന്ന വണ്ടിയില്ല, വലിയ വണ്ടി, ഇത് ആക്ച്വലി ബാറ്ററി കേട്ടോ. അതിൻ്റെ ബാക്കിൽ വലിയ മോട്ടർ കാണാൻ പറ്റും. പെട്രോളല്ല, ഞാൻ ആദ്യം വെച്ചാൽ പെട്രോൾ വന്നാൽ ഇതേ ഒരു ഈ 2 സൈലൻസർ വണ്ടി ഉണ്ടോ. ഇത് ബാക്കിൽ നിന്ന് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ കിറ്റ് കിട്ട് വേണം നമുക്ക് വേണമെങ്കിൽ ഇമ്പൾസിന് എക്സ്പെൻസിനെ കൊണ്ട് കയറ്റാൻ പറ്റും. ആ എക്സോസിൻ്റെ കിറ്റ് ഓക്കെ നിങ്ങൾ. പക്ഷേ ഇതൊരു ചൈന വണ്ടി കേട്ടോ, ഇതൊക്കെ ചൈനയാണ്. You know the place, right? Yeah, I know. സംഭവം എന്ന് വെച്ചാൽ ഈ റോഡിന് ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഞാൻ ഗതികേടുകൊണ്ട് കയറി പോകണതാണ്. കാരണം ഈ വണ്ടി വീതി കൂടി വണ്ടി ആയതുകൊണ്ട് ഒരു കാറ് പോകുന്ന പോലെ പോകണം. അതുകൊണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് യൂസ്ഡ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഷോറൂംസ് ഉണ്ട്. മെയിൻലി ഇവർ അപ്പാച്ചി RTR അതുപോലെ ഹോണ്ട കേട്ടോ. ഹോണ്ടയാണ് മെയിൻ സാധനം ഇവിടെ കിടക്കുന്നത്. പിന്നെ ഏപ്രിലെ പോലത്തെ വണ്ടിയൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ ബെനലി, അത് പറയാൻ പറ്റും. ബെനലിയുടെ TNT 125 മുതൽ 300 മുതൽ ഇവിടെ റെഗുലറായിട്ടുണ്ട് ഇവിടെ സാധനം. 600cc അബോവ് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ ഒന്നാമത് സൂപ്പർ ബൈക്സിൻ്റെ കുഴപ്പമില്ല. സൂപ്പർ ബൈക്സ് ഓടിക്കാൻ ഇവിടെ സ്ഥലമില്ല, അതാണ് മെയിൻ പ്രശ്നം. സ്പേസ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. കാരണം നമുക്കൊരു ടോപ്പിക്കലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. പിന്നെ ആൾക്കാരുടെ അടുത്ത് പൈസ ഒക്കെ ഉണ്ട് കേട്ടോ, പൈസ ഇല്ലാത്ത ആൾക്കാരൊന്നും ഇല്ല. പുറകിലിരുന്ന ആൾക്ക് ഹെൽമെറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഓടിക്കുന്ന ആളുടെ മസ്റ്റായിട്ട് ഹെൽമെറ്റ് ഇടണം. ഹെൽമെറ്റ് ഇല്ലാത്തൊരു വണ്ടികളൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ UPയിലൊക്കെ പോയി ആരും ഹെൽമെറ്റ് ഇടില്ല. അപ്പോൾ അവർ അവിടുന്ന് ബോർഡർ ക്രോസ് ചെയ്തിട്ട് നേപ്പാളിലേക്ക് വരുമ്പം അവർക്ക് ഹെൽമെറ്റ് മസ്റ്റാണ്. പിന്നെ ഇവിടെ മെയിനായിട്ട് വേറെ ഈ പിന്നെ എന്താ പറയുക, ഈ ബെഗേഴ്സിനൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇങ്ങനെ എന്തെങ്കിലും തരുമോയെന്ന് ചോദിച്ചിരുന്ന ആൾക്കാരൊന്നും എവിടെയും കണ്ടിട്ടില്ല. ഇവിടുത്തെ റിലീജിയൻ മെയിനായിട്ട് എനിക്കൊന്ന് ബുദ്ധിസ്റ്റും അതുപോലെ ഹിന്ദുസുമാണ് കൂടുതലുണ്ട് കേട്ടോ. മുസ്ലിംസ് ഉണ്ട്, പക്ഷേ എന്നാൽ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഏത് റിലീജിയൻ ആണെങ്കിലും ആൾക്കാരുടെ സ്വഭാവം സെയിമാണ്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ റിലീജിയൻ അനുസരിച്ചിട്ട് ആൾക്കാരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഞാൻ അനുഭവിച്ച കാര്യം അത്. സൗത്ത് ഇന്ത്യ നമ്മുടെ ലിസ്റ്റിലില്ല, നമ്മളെല്ലാവരും ഒന്നാണ്. നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഇവിടെ ആൾക്കാർ നമ്മളെ മതമോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല കേട്ടോ. പിന്നെ വേറെ കാര്യം, ഇവിടെ ആൾക്കാർ നോക്കിയാൽ ഈ ബ്രാൻഡഡ് ക്ലോത്തുകൾ വളരെ കുറവാണ്. അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ്സിൻ്റെ പുറകിൽ പോകുന്ന സ്വഭാവം ഇവർക്കില്ല. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം തണുപ്പായതുകൊണ്ട്, ഇങ്ങനത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഡ്രസ്സുകളാണെങ്കിൽ അങ്ങനത്തെ ഇട്ടുണ്ടാവുക. ഓക്കെ, ജാക്കറ്റ്സ് പോലത്തെ ഡ്രസ്സ്. സമയം ഇവിടുത്തെ 12:20, മേ ബി അതുകൊണ്ടായിരിക്കും. ദിസ് ഇസ് പെട്രോൾ. Yeah, there is no diesel bike. Only Royal Enfield has a diesel bike. That is a vintage one. ഈ ലൈൻ ഉണ്ടോ, നേരെ പോകുന്ന ലൈനാണ്. കറക്റ്റ് വരേൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾ ഇതാണ് ക്വാളിറ്റി. ഈ വരേൻ്റെ അവിടെ കറക്റ്റ് ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ടോ. നേരെ മറിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും വരേൻ്റെ ഇപ്പുറത്തെ കൂടെ കയറ്റി കുത്തിക്കരുത് ഈ മുമ്പിൽ കൊണ്ടുവെക്കും. പക്ഷെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ അവിടെ നീല കുപ്പായിട്ട് എടുത്തിട്ടുണ്ട്, ഓൻ പിടിച്ച് ഫൈൻ എടുക്കും. ഫൈൻ മേടിച്ചിട്ടാണ് എയർപോർട്ട് ഏരിയയിലേക്കാണ് നമ്മൾ പോണത്. എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ.
ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്, പശുപതി ടെമ്പിൾ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് 6-7 വർഷം മുന്നേ. ഇതാണ് നേപ്പാളിൽ കസ്റ്റംസിൻ്റെ ഓഫീസിലൊക്കെ വന്ന വഴി കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് കാര്യങ്ങൾ അന്വേഷിക്കാനുള്ളത്. അപ്പോൾ അന്വേഷിച്ചിട്ട് വരാം. ഓക്കെ, ഞാനിപ്പോൾ നേപ്പാൾ കസ്റ്റംസിൽ വന്ന് സംസാരിച്ച്. അപ്പോൾ നമുക്ക് ബൈ റോഡ് ചൈന ക്രോസ് ചെയ്യാന്നുള്ള പൂതി അങ്ങ് വെള്ളത്തിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ റോഡ് കണ്ടീഷൻ പ്രശ്നമാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി എല്ലാം പഠിച്ചിട്ടാണ് വന്നത്. ബട്ട് ഇവിടുന്ന് ഇപ്പോൾ വന്ന റോഡ് തന്നെ ഇങ്ങനത്തെ പ്രശ്നമാണ്. പിന്നെ വണ്ടി ഭയങ്കര ബാഡ് കണ്ടീഷനാണ്. ഈ ബാഡ് കണ്ടീഷൻ കൂടെ ചൈന കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ഫുള്ള് തണ്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെറിയൊരു പ്ലാൻ ബി ഇട്ടു. നമ്മളൊന്ന് റൂട്ട് മാറ്റി പിടിക്കാൻ വെച്ചു. നമ്മൾ ചൈന പോവാതെ നമ്മൾ നേരെ വേറെ രാജ്യത്തേക്ക്. ഏത് രാജ്യമാണെന്ന് അറിയണ്ടേ? നാളെ ഞാൻ പറയാം കേട്ടോ. അപ്പം നേപ്പാളി കാഴ്ചകൾ കാണുന്നുണ്ട്. ഇപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മളിനി നോക്കട്ടെ, ഒന്ന് സ്ട്രീറ്റൊക്കെ ഇറങ്ങി കുറച്ച് വിഷ്വൽസൊക്കെ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് അവിടെ പാവം എൻ്റെ കൂടെ വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ മുമ്പിൽ കസ്റ്റംസിൻ്റെ ഓഫീസാണ്. അപ്പം എന്താ പറയുക, നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് യാത്രയിൽ വേണം. അതെങ്ങനെയാണ് വേണ്ടതെന്നില്ല ഞാൻ പറയാം കേട്ടോ. വണ്ടി ഒന്ന് ഇവിടുന്ന് ഷിപ്പായിട്ട് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തട്ടെ. ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ വ്ളോഗാക്കിയിട്ടുണ്ട്, എല്ലാം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. നിങ്ങളതൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കഷ്ടപ്പാടുകളാണ് നിങ്ങളുടെ ആസ്വാദനം. അതുകൊണ്ട് കഷ്ടപ്പെടാൻ ഞാൻ റെഡിയാണ്. ആസ്വദിക്കാൻ നിങ്ങൾ റെഡിയായാൽ മതി. എല്ലാ ദിവസവും നിങ്ങൾ മുടക്കാതെ വീഡിയോസ് കാണും. ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴാണ് വീഡിയോ ഇടുന്നത്. കാരണം കുറേ കാലം നമ്മൾ അപ്ലോഡ് ചെയ്യാതിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസൊന്നും അങ്ങനെ റെക്കമെൻഡേഷനിൽ പോകുന്നില്ല. അപ്പം അതിന് നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഒരു വീഡിയോ ഇട്ടത് മാക്സിമം ഷെയർ ആയതിനു ശേഷം മാത്രം നെക്സ്റ്റ് വീഡിയോ എന്ന സ്ട്രാറ്റജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10-20 വീഡിയോസ് കഴിഞ്ഞാൽ പിന്നെ ഡെയിലി എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് വീഡിയോ വരും. റമദാൻ മാസമൊക്കെയാണ് വരുന്നത്. കണ്ടൻറ്റൊക്കെ കെയർ ചെയ്യാനുണ്ട്. റമദാൻ മാസം നിങ്ങൾക്ക് വ്രതം എടുത്തുകൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻസ് ആയിരിക്കും. അതുപോലുള്ള സംസാരമായിരിക്കും, അതുപോലുള്ള കാഴ്ചകളായിരിക്കും. ഓക്കെ, അതിൽ യാതൊരു നിങ്ങളുടെ നോമ്പിനോ വ്രതങ്ങൾക്കോ ഒരു തരത്തിലും ബുദ്ധിമുട്ട് വരാത്ത രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ റമദാൻ മാസം അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് യാത്രാ അനുഭവങ്ങൾ കാണാം. എനിക്ക് തോന്നുന്നു അത് വലിയ തെറ്റല്ല. നിങ്ങൾക്കത് ഒരു ഹറാമായ കാര്യവുമല്ല. അതുകൊണ്ട് നോമ്പിനെ ബാധിക്കാനും ചാൻസ് ഇല്ല കേട്ടോ. ഓക്കെ, ഇത് ഇസ്ലാം മതവിശ്വാസികളോടാണ്, മറ്റുള്ളവരാണ്. നമ്മൾ 1 മാസമല്ല, നമുക്ക് 1 മാസം നമുക്ക് നല്ല മക്കളായിട്ട് പോകല്ലേ. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി വീഡിയോസ് വരാണ്ട് അടുത്ത എപ്പിസോഡ് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.